ഇങ്ങനെ കാത്തിരിക്കുന്നവരോട് ഇന്ന് ഒരുപാട് എന്താ പറയാ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സർപ്രൈസസ് ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോ ഒരുമിച്ച് തുടങ്ങല്ലേ? വെൽക്കം ഓൾ ഓഫ് യു. അങ്ങനെ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ മാത്രം വന്ന എങ്ങനെയാണ് പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, ഞാൻ കഷ്ടപ്പെട്ടു പോവല്ലോ. അതുകൊണ്ട് തന്നെ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ ദ എൻറ്റയർ ടീംസിനെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം ദ എൻറ്റയർ ടീം ടു സ്റ്റാർ മാജിക്. നാടൻ വേഷം സൂപ്പർ, അടിപൊളി, നല്ല രസമായിട്ടല്ലേ? ചേട്ടാ, കൂടുതൽ നാടൻ വേഷമുള്ള പെൺകുട്ടികളാണോ ഇഷ്ടം, മോഡേൺ വേഷമാണോ? ഇപ്പൊ ചേട്ടൻ ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞില്ലേ, ലൈക്ക് ഞാൻ ഇങ്ങനെ ഡ്രസ് ചെയ്യണതാണോ ചേട്ടൻ? നമ്മളെ മലയാളികളുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളുടെ നാടൻ വേഷം ഇട്ട് പോകും. അല്ല, എനിക്കിത് നാടനായിട്ട് തോന്നില്ല, ഒരല്പം മോഡേൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ശരിക്കും പറയേണ്ടത് റോയൽ വേഷം, റോയൽ ലുക്കാണ്. അതിനകത്തെല്ലാം ഉണ്ട്. അതാണ് കൈ, അത് അതിലെ ആഠ്യത്വം വേറെ അല്ലേ? നല്ലല്ലേ? ആഠ്യത്വം എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു കുടയങ്ങ് മേടിച്ചിട്ട് വലിച്ചങ്ങ് കേറി എന്തൊക്കെയോ. എന്റെ ഷർട്ടിന്റെ ബാക്കി വന്ന തുണി ഇത്. ഒരാളവിടെ കൊടക്കമ്പി മാത്രം വെച്ചിട്ടിരിക്കുന്നത്, എനിക്ക് എവളിത് വലിച്ച് തുണി എടുത്തോണ്ട് വന്നതാണ് കൊടയിന്ന്. അല്ല, നാടനും ഫ്രീക്കനും കൂടി ചേർന്ന എന്തെന്ന് പറയും? നാടനും ഫ്രീക്കനും നാക്കൻ. ഓ, അതാരാത്? അയ്യോ, സൂര്യകിരൺ ദേവസൂര്യ ആട്ടിപ്പോയി. അല്ല, ഈ കുട്ടി എന്റെ പെങ്ങളെ പോലെയാണ്. ഈ കൗണ്ടർ കേട്ടെടുത്ത് നിന്റെ പെങ്ങളല്ല, ബിനീഷിന്റെ പെങ്ങളാണ് എന്റെ. അങ്ങനെ വെക്കാം. ഞാനൊരു കാര്യം പറയാം, എന്റെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അത് കറക്റ്റ് ചെയ്ത് തരണം. തങ്കുനെ കാണാന് കിങ്ങില് മമ്മൂക്കയുടെ ചെറിയ ഛായ ഉണ്ടെന്ന് ഞാൻ. സെറ്റ് ഇനിയൊന്നും വേണ്ട. അപ്പൊ നിന്റെ കണ്ണിന് പ്രശ്നമുണ്ട്, നീ വെറും ഗ്ലാസ് വെച്ചാ പറ, സോഡാ ഗ്ലാസ് വെക്കണം. മമ്മൂക്കാനെ പറ്റി ഇവനെ പറഞ്ഞ് കളിയാക്കി. ടീം എന്താ ഉദ്ദേശിക്കണെന്ന് അറിയാമോ? ഇന്ന് ഞങ്ങൾ എവിടെ ഇറങ്ങി വരും, ഞാനിന്ന് ദുൽഖർ ആട്ടാന്നാ പറഞ്ഞേ. ഇത് ദുൽഖർ അല്ല, ഇത് ദുൽഖർ അല്ല, ഇത് വൾഗറാണ്. എന്നെ പോലെയുള്ള ഹാൻസമായിട്ടുള്ള ആൾക്കാരെ കാണുന്ന സമയത്ത് പറയരുത്. ചെറിയ സംഭവം. കാലത്താണ് ഹാൻസ്, ഉച്ചയ്ക്ക് പാൻപരാഗ്, വൈകിട്ടാ കഞ്ചാവുള്ളൂ. എന്തായാലും തങ്കു ഇന്ന് മമ്മൂക്കയാണെന്ന് ഡയന പറഞ്ഞ സ്ഥിതിക്ക് ഡയനയ്ക്കും പ്രേക്ഷകർക്കൊക്കെ വേണ്ടിയിട്ട് തെളിയിക്കാൻ വേണ്ടിട്ട് മമ്മൂക്കയുടെ ഒരു ഡയലോഗ് എന്താണ്? മമ്മൂക്കയുടെ തെറ്റും ശരിയൊക്കെ എന്തിനു വർഗീസണ്ണ? യവനെന്റെ കലിപ്പ് തുടങ്ങുന്നത് ഇവൻ 5 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. പക്ഷെ 10 മാസം ഒരേ പള്ളേ കിടന്ന നീ, നിനക്ക് എപ്പോഴാണ് ശത്രുവായത്? നന്നാക്കാമായിരുന്നോ ഇങ്ങനെ ഒരുത്തനാണെന്ന് അറിയുമ്പോ അണ്ണാന്ന് വിളിച്ചോണ്ട് ഓടി വരുമെന്ന് വിചാരിച്ച് കണ്ടില്ലല്ലേ? എങ്ങനെ വരാനെ കൊണ്ട് ആണിസ് മട്ടിൽ മാണിയർ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാളെ പരക്കാൻ പാച്ചില്ലേ? ഇതിനിടെ എന്തരപ്പ എന്തൊരു സ്വന്തം ചോരകള് അല്ലടി. എന്നെ നാട് കെടുത്താനാണെങ്കിലും ഈ മക്കൾ 2 ജായിന്റ് ആയില്ലേ, അതിനൊക്കെ തന്നെയാണ് ഞാൻ അവിടെ വന്നത് തന്നെ. എന്നില്ലേലും ഈ മക്കൾ അനുഭവിക്കേണ്ട അപ്പന്റെ സമ്പാദ്യമൊന്നും എങ്ങിന്നോ വലിഞ്ഞേരുന്ന വളർത്തുമന് വേണ്ട ഏട്ടാ. അന്നൊന്നും ഞാനത് ആഗ്രഹിച്ചിട്ടില്ല. സമ്പാദ്യം പോട്ട് ഉള്ളൂലോ സ്നേഹം പറ്റം വരെ ചോദിച്ചു വായിക്കാൻ പറ്റാതെ പോയാലും ഞാൻ. ഇത് മമ്മൂട്ടിയല്ല, തങ്കൂട്ടിയാണ്. തങ്കൂട്ടി അല്ല മമ്മൂക്കയുടെ ഗ്ലാമറോ അല്ലെങ്കിൽ മമ്മൂക്കയുടെ പൊക്കോ തടിയോ ഒന്നുമില്ല. ആ ഡയലോഗ് ഞാൻ കാണാൻ പഠിച്ചില്ലേ? ഞാൻ പറഞ്ഞു. ശരി, ദേവ വരൂ. അനിയത്തിന്ന് പറഞ്ഞാൽ പിന്നീട് മാറ്റാൻ പറ്റില്ലല്ലോ. എന്താ ഇപ്പൊ ചെയ്യാൻ പോണേ? നമുക്ക് പാട്ട് പാടിയാലോ? ഓക്കെ, അപ്പൊ നമ്മളൊരു നല്ലൊരു ഹിന്ദി ഫാസ്റ്റ് നമ്പറാ പാടുന്നത്. അപ്പൊ എല്ലാവരുടെയും നൃത്യങ്ങൾ എന്ന സഹകരണം ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഓക്കെ.
झूम 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 बाबा ये रात में जो मजा है मजा ही कुछ नया नया है ये दिल को आज कि झूमता है क्या रहा है झूम 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 बाबा झूम 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 बाबा झूम 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 बाबा One more time. Zoom Baba. Zoom 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 Baba. Zoom 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 Baba. Oh. ये रात में जो मजा है मजा ही कुछ नया नया है ये दिल को आज क्या हुआ है कि झूमता ही जा रहा है झूम 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 बाबा झूम 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 बाबा झूम 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 बाबा ദേവ് ആക്ച്വലി ഇതാരാ പാടുന്നത് ഇത്രയും വലിയൊരു സർപ്രൈസ് എനിക്ക് അതെ 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 എപ്പിസോഡില് ആ ഘട്ടത്തിൽ ചേച്ചി ഒരു 108 വന്ന് രക്ഷിച്ചു അല്ല കേട്ടോ ശരിക്കും നന്നായിട്ട് പാടി. ചേച്ചി ഒരു കാര്യം ചോദിക്കാം അന്ന് ഇവിടുന്ന് പോയതിനു ശേഷം ചേച്ചി ഏറ്റവും അധികം സന്തോഷം ഒരു ഹോട്ട് ന്യൂസ് എന്തായിരുന്നു? ഞാൻ ആലോചിച്ചു തങ്കു ഇത്ര ഹാർഡ് വർക്ക് ചെയ്യല്ലേ ഒരു പെൺകുട്ടീനെ കിട്ടാൻ വേണ്ടി ആ ഓരോരോ വേഷം കെട്ടിയിട്ട് വരികയാണ് എന്ത് പറ്റി നമ്മളുടെ മലയാളികൾക്ക് ഒരു പെൺകുട്ടി നോക്കൂ തങ്കു വാടാ ചക്കര അതല്ല ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല ഞാൻ നോക്കാൻ വേണ്ടി പെൺകുട്ടികളാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഞാൻ ചെയ്യാറില്ല ആണല്ലേ? അതിന്റെ സംഭവം എന്താണെന്നറിയാമോ ഈ പെങ്കൊച്ചുങ്ങൾ ഇവിടെ ഏത് പെങ്കൊച്ച് പുതിയത് വന്നാലും അതിന്റെ അടുത്ത് പ്രേമാഭ്യർത്ഥന നടത്തുക അത് പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുകയല്ലേ അതാണ് അവന്റെ കല്യാണം നടക്കാൻ താമസം പക്ഷേ അല്ല ഇപ്പൊ എന്താണ് രേവതിയും തങ്കുവിന്റെ ഇടയിലുള്ള എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല അങ്ങനെ ഗോസിപ്പില്ല അങ്ങനെ ഗോസിപ്പ് പലരും പറയുന്നുണ്ട് പക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല പറയുന്നത് ഗോസിപ്പിൽ എന്താ പറയുന്നത് അല്ല ഇന്നലെ ഫുഡ് കഴിക്കാൻ പോയതും ബാക്കിയുള്ള ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ആദ്യമായിട്ട് ആ പെണ്ണു ഇവനും കൂടെ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് അവൻ പറയാ കൈ കഴുകിയിട്ട് ടിഷ്യൂ പേപ്പർ ഇട്ട് തുറച്ചിട്ട് പറ്റിലെഴുതിക്കോളാൻ ലാസ്റ്റ് ആ പെണ്ണ് പൈസ കൊടുത്തിട്ടാണ് ഇറങ്ങിപ്പോന്നത് പിന്നെ എങ്ങനെ ആ പെണ്ണ് ഇവനെ കിട്ടും ഇനി ഇത് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടാക്കണം അങ്ങനെ കുറെ ഡ്യൂട്ടികൾ പക്ഷേ ലക്ഷ്മി എനിക്കൊരു ഹോട്ട് ന്യൂസ് പറയാനുണ്ട് ഹോട്ട് ന്യൂസ് ആർക്കാ? ദുബായിലെ ചൂട് 48 ഡിഗ്രി ആയി ഞാൻ എന്ത് ചെയ്യട്ടെ ഞാൻ എന്ത് ചെയ്യട്ടെ കാരണം അല്ല, എനിക്ക് ഇങ്ങനെ ഒരു ആങ്ങളെ വേണ്ട. ഇവനെ നമുക്ക് ഒട്ടകത്തിനെ കൊണ്ട് കടിപ്പിച്ചാലോ അല്ല. ഈ സാധനം ദുബായിലുള്ള കോമഡി അല്ല പോലെ ചേച്ചി ബോംബെന്ന് വന്നിട്ട് വെതർ റിപ്പോർട്ട് കേൾക്കാൻ വേണ്ടി വന്ന പോലെ ഇനി പറയല്ല വാ എന്ത് പറഞ്ഞാലും പോവരുത് പേയ്മെന്റ് കട്ടാവും ഞങ്ങൾ അതെ ഇവന്റെ പ്രശ്നം എന്നാന്നറിയാമോ ഞങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് പേയ്മെന്റ് കിട്ടിയാണ് ഞങ്ങള് ഇവിടെ എപ്പിസോഡ് ഇവൻ അങ്ങനെയല്ല ഇവൻ അങ്ങോട്ട് പേയ്മെന്റ് കൊടുത്തിട്ടായി വന്നിരിക്കണം അതുകൊണ്ട് ഇവനൊരു എപ്പിസോഡ് മുടങ്ങിയാലും പ്രശ്നമല്ല കാരണം അവന്റെ ലാഭം അവന്റെ പൈസ പോകുന്നില്ലല്ലോ ഞാൻ പ്രഭുവിന്റെ മോനല്ല അങ്ങോട്ട് കാശ് കൊടുക്കാനായിട്ട് പ്രഭുവിന്റെ മോനായിരുന്നോ അറിഞ്ഞില്ല എടാ പ്രഭുവിന്റെ മോനായിരുന്നാ പ്രഭുവിന്റെ മോൻ രക്ഷപ്രഭുവിന്റെ അൻപ് സഹോദരൻ മോഹൻലാലിക്ക് ആ പ്രഭുവിന്റെ മോനാണെന്ന് ഓർത്തുപോയി ഒരു ഷേപ്പും ഇല്ല അല്ല എടാ ഞങ്ങൾ ആ പ്രഭു എന്ന് വിചാരിച്ചേ ചേച്ചി വരുമ്പോ മാത്രം മനസ്സ് തുറക്കുന്ന അല്ലാതെ സമയത്ത് മിണ്ടാതിരിക്കുന്ന ഒരാളുണ്ട് ആ ആളൊരു ആഗ്രഹം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചേച്ചിയുടെ പ്രസൻസില് ചേച്ചി വരുമ്പോ മാത്രം തുറക്കും അതെ. ഇല്ലെങ്കിൽ താക്കോല് അരിപ്പാട്ടയിലിട്ട് വെക്കും കൂട്ടിയിട്ട് മനസ്സിന്റെ താക്കോൽ. ആഗ്രഹങ്ങള് ആ. ഇതിൽ ആരാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ഈ കൂട്ടത്തില് ചേച്ചി വരുമ്പോ മാത്രം മിണ്ടണ ആള്? കിസിയല്ലേ കിസിയല്ലോ എന്റെ ചൊക്കൊരു പാടോ മനസ്സ് തുറക്കട്ടെ കൂട്ടിച്ച് തുറന്ന് വാ. പാടാ അവൻ ഷർട്ടൊക്കെ വരുന്ന ആ കോമഡി ഒന്ന് ഓർത്ത് വെച്ചോ ഊണ് കഴിച്ചിട്ട് ചായ കുടിക്കുമ്പോ അവിടെ അടിക്കുക സാധനം അതെ നമുക്കൊരു റൊമാൻറ്റിക് ഡാൻസ് ചെയ്താലോ ഓ പിന്നെന്താ അയ്യോ പാട്ട്. നിർബന്ധിക്കണം താല്പര്യമില്ലെന്ന് അത് വേണോ എഡിറ്റർമാർക്ക് പിന്നെ അതൊരു ബുദ്ധിമുട്ടാവും സാറിന് ഇത് സോങ് ആണോ അത് ഫ്ലവേഴ്സ് ടീം ഇട്ട് തരാ തമ്പ്രാന്ന് പറഞ്ഞിട്ടുണ്ട് കെട്ടിപ്പൊടിടാ അപ്പൊ നിനക്കിപ്പോ കെട്ടിപ്പിടിക്കണോ എന്നാ അങ്ങനെയാണെങ്കിൽ ഈ പാട്ട് കേട്ടോ ഗുരുവായൂരപ്പ ഞാനൊരു കുന്നു കർപ്പൂരം പാവം വേണം പാവം നന്നായിട്ട് ചെയ്യാം അതിവന് പറ്റുകയും ചെയ്യും എന്നാ പിന്നെ ഡാൻസ് കളിച്ചാൽ മതി
എന്നാ ഡാൻസ് ഉച്ച കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? എന്തായാലും അജൂബ് ഷാ പറഞ്ഞതല്ലേ, നമ്മൾ ആ ഒരു ആഗ്രഹം നടത്തി കൊടുക്കാൻ പോവാണ്. പക്ഷെ സോങ് നമ്മൾ ഇടുന്ന സോങ്ങിന് കളിക്കാൻ പറ്റുമെങ്കിൽ സാർ കളിച്ചോ. അത്രേ ഉള്ളൂ. അർത്ഥം മനസ്സിലാക്കിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് കളിക്കണം കേട്ടോ. 1 2 3 മ്യൂസിക് പ്ലീസ്. അജൂബ് ഷാക്ക് ഓണം ബമ്പർ അടിച്ച് ഇത്രയും സന്തോഷം കാണുമോ? അല്ലല്ല ഇത് കേൾക്ക, ഞാനേ എന്നെ കൊണ്ട് അവൻ പെട്ടി ഇടിപ്പിച്ച് അളിയ എനിക്ക് കാലും മേലും വയ്യ, ഇത് വണ്ടിയിൽ വെക്കാവോന്ന്. ആ മനുഷ്യനാണ് ചേതച്ചേച്ചിയുടെ മുമ്പിൽ ബെഞ്ച് പോലെ ഇരുന്നോളാൻ. ഞാനല്ലേ ഞാൻ ആ ബെഞ്ച് എവിടെയെല്ലാം കൊണ്ടുവച്ച് അവസാനം ആറാത്ത സ്ഥലത്താണ് എനിക്ക് അതിന്റെ ഗുണം കിട്ടിയത്. പക്ഷേ സ്റ്റേജിലുള്ള ഒരുവിധം പ്രോപ്പർട്ടീസ് ഒക്കെ ചേച്ചി യൂസ് ചെയ്തിട്ടാണ് കളിച്ചത് അല്ലേ? ഞാൻ ഭയങ്കര യൂസ്ഫുൾ. ഞാൻ യൂസ് ചെയ്തായിരുന്നു. അടുത്ത ഉദ്ഘാടനത്തിന്റെ റേറ്റ് കൂടും കേട്ടോ. എനിക്ക് അതല്ല, ഇത് ചാനലിന്റെ ഷർട്ടാണ്. ഈ ഷർട്ട് ഊരി കൊടുക്കണമല്ലോ ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും സ്റ്റാർ മാജിക്കിന് ഇന്നത്തെ എപ്പിസോഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ഇല്ലാത്ത രീതിയിൽ എങ്ങനെയൊക്കെയോ ഒരുപാട് സൂപ്പർ സർപ്രൈസിംഗ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കംപ്ലീറ്റ് ക്രെഡിറ്റ്സ് നമ്മുടെ ശ്വേത ചേച്ചിക്കാണ്. അപ്പൊ എന്തായാലും ചേച്ചി ഇന്നത്തെ എപ്പിസോഡിൽ ഇനിയും നമ്മുടെ ഡ്യൂറേഷൻ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഇനിയും ഇതുപോലെ തന്നെ ലെറ്റ്സ് ഓൾ എക്സ്പെക്ട് സച്ച് കൈൻഡ് ഓഫ് സർപ്രൈസസ്. നമ്മളെല്ലാരും അങ്ങോട്ടും അതല്ലേ നമ്മളുടെ ഈ ഒരു ഷോന്റെ പ്രത്യേകത. കൊടുക്കുക. So once again ഇത് സ്റ്റാർ മാജിക് ഇനി പവർ കൂടാണ് മോനെ. We welcome you ചേച്ചി. ശരി, നമുക്കിനി ഒരു ഗെയിം കളിക്കാം. ഇതെന്താ ആർക്കൊരു ഉഷാറില്ലല്ലോ? അല്ല, അജൂബ് ഷയുടെയും ശ്വേത ചേച്ചിയുടെ ഡാൻസ് പെർഫോമൻസും കൂടെ കണ്ടപ്പോ പകുതി പേരുടെ എയർ പോയിരിക്കുക. അപ്പോ ഇനി സ്റ്റാർ മാജിക്കില് നമ്മളിനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് ഡാ മോനെ നിക്കടവിടെ. അതാണ് ഗെയിമിന്റെ പേര്. Moving on to the game. And that is ഡാ മോനെ നിക്കടവിടെ. ശരി, ഈ ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ള
പറഞ്ഞുതരാം. ഒരു ടീമിൽ നിന്ന് 2 പേരായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഈ ടീമിൽ നിന്നും 2 പേരായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഒരാൾ വന്നിട്ട് ബലൂൺ വീർപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ പാർട്ട്ണർ തന്നെ ആ ടീമിന്റെ തന്നെ ഒരു മെമ്പറും കൂടി ഇവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. ആളിലേക്ക് കയ്യിലേക്ക് ബലൂൺ കൊടുക്കുന്നു. എൻ പൊസിഷൻ നമ്മൾ ടൈ ചെയ്തിട്ടുണ്ടാവില്ല, കെട്ടിയിട്ടുണ്ടാവില്ല, ഉള്ളിൽ എയറും ഉണ്ടായിരിക്കും. നമ്മൾ എന്നിട്ട് ഈ പൊസിഷനിൽ വന്നതിന് ശേഷം ഈ നെറ്റ് എടുക്കുന്നു ആൻഡ് കറക്റ്റ് ഇതിങ്ങനെ വിട്ടിട്ട് ഇതിങ്ങനെ കളക്ട് ചെയ്യാൻ വേണ്ടി നോക്കണം. അപ്പോൾ ആ ബലൂൺ ഇതിൽ വീഴുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 പോയിന്റ് കിട്ടും. അതാണ് ഗെയിം എന്ന് പറഞ്ഞാൽ. അങ്ങനെ എത്രത്തോളം നമുക്ക് ബലൂൺസ് കളക്ട് ചെയ്യാൻ പറ്റും അതാണ് ലൈക്ക് പോയിന്റ്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി. ഓക്കെ, സോ മൂവിംഗ് ഓൺ ടു ദ ഗെയിം. ആൻഡ് ഈ ഗെയിമിന്റെ പേരാണ് ഡാ മോനെ നിക്കടാ അവിടെ. നമ്മളിപ്പോ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, കൗണ്ട് ഡൗൺ പ്ലീസ് ഫോർ ഡാ മോനെ നിക്കടാ അവിടെ. 3, 2, 1. അതാ ബോൾ എടുത്ത് വെക്കാൻ മോനെ. ഒന്നോടെ ഓക്കെ, രണ്ട് മക്കളും നിന്നില്ലല്ലോ. ശ്രീവിദ്യയുടെ പടം പോലെ തന്നെ ആയിപ്പോയല്ലോടി. ഡാ മോനെ നിക്കടാ അവിടെ. അങ്ങനെയല്ല. വെരി ഗുഡ്, നല്ല അനുസരണ. ഇത് ശ്രീവിദ്യ പിടിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. പിടിച്ചോ. ഓ പിടിക്കടാ. പിടിക്കടാന്ന് പറയുമ്പോൾ ശ്രീവിദ്യനെ പിടിക്കാൻ പോണ്. എന്നിട്ട് മാറിയുന്നോ? ഇത് ഞാൻ എന്റെ പെങ്ങൾക്ക് കൈമാറേണ്ടത്. വേഗം ആവട്ടെ. ചുമ്മാ വിട്ടാ റൗണ്ടില് തടിയൊന്നും അനങ്ങട്ടെ. അടി റൗണ്ടിലില്ലടി. വെരി ഗുഡ് മൃദുല. പിന്നെ ചേച്ചി 1 പോയിന്റ് ആണ് ഈ ടീമിന് കിട്ടിയിട്ടുള്ളത്. ലാസ്റ്റ് നോക്കിയാ മതി. ഇനി പിടിച്ചോ. അടുത്ത് പിടിക്കും. പോട്ടെ. ഇനി പിടിച്ചോ. അയ്യോ, എന്തായാലും 1 പോയിന്റ് പോയിന്റ്സ് മൃദുല ഇപ്പൊ തന്നെ സ്കോർ ചെയ്തു. അത് കിട്ടില്ല ഡയന. ഇന്ന് ഭർത്താവിനെ ഭാര്യ തല്ലണ്ട കാണൂ. ഇനി പിടിച്ചോ. Come വലുതാക്കി കൊടുക്കണേ. ഇത് അസുഖം വേറെയാ. അവൻ പണി പഠിക്കും. മേളട്ടെ. അതാരാ അപ്പുറത്ത് കളിക്കുന്നത്? ആരാണ്? കണ്ണട എടുത്ത് നോക്കിയേ. രേവതി നടത്തുകൊണ്ടി. വെരി ഗുഡ്. ഹായ് എട്ടായി.
നിങ്ങൾ ഗെയിം കളിക്കണോ വീട്ടിലെ പ്രശ്നം ഇവിടെ വെച്ച് തീർക്കുകയാണോ? അത് പോയി ഒക്കെ വരട്ടെ. അടിച്ചോ. ഓ just miss. വീർപ്പിച്ചെന്നാ തങ്കോ ആ പിന്നെ എടുത്തോ പിടിച്ചോ. അയ്യോ വെള്ളം വീഴാത്ത പോട്ടെ. ആ ഇനി പിടിച്ചോ. ആ സുമ വന്നേ. സുമേ പിടിച്ചോ. ആണോ? അളിയാ പോലളിയാ കിട്ടു വാ. എടാ വലയിലുള്ളത് പോവല്ലേ കേട്ടാ. അതാണ് പിടി. അയ്യോ ഇതേ. ശരിക്കും പോകാം. ആ ബലൂൺ തീർന്നു കേട്ടോ. കിട്ടും. വെരി ഗുഡ്. ബിനീഷ് ബാഷൻ പണി പഠിച്ചു. വെരി ഗുഡ് ടീമേ. അത് കിട്ടും. അത് നമുക്കുള്ളതാ. വെരി ഗുഡ്. അത്ര പൊക്കമുള്ള പോട്ടെ അവൻ പോട്ടെ നമുക്ക് അവനെ പിടിക്കാം. പിടി. പിടിച്ചോ. രണ്ടുപേരും സീരിയൽ താരങ്ങളാണ്. സീരിയലിലെ അതാ പറ്റാത്ത കാലത്തൊന്നും കോരിയൊന്നുമല്ല അടുത്ത. ഭർത്താവിന് ഭാര്യ തോറ്റു കൊടുക്കുന്നതും ഭാര്യയ്ക്ക് ഭർത്താവ് തോറ്റു കൊടുക്കുന്നതും എന്ന ഉറച്ച വാശിയോടുകൂടി നടക്കുന്ന കലാപരിപാടിയാണ് നടക്കാൻ പോകുന്നത്. കിട്ടും. വെരി ഗുഡ്. അത് മൃദുല കിട്ടും. അയ്യോ ഇപ്പൊ പിടിച്ചോ അല്ല അവനെ കിട്ടില്ല. അടുത്തിറങ്ങ്. ശ്രീവിദ്യയിലാണ് എന്റെ പ്രതീക്ഷ മുഴുവൻ. കൊടുത്തോളൂ. പിടിച്ചോ അന്ന് പിടിച്ചോ. നീ എന്നാ കാണിക്കണേ? ഒന്നൂടെ. പോട്ടെ അതങ്ങ് പൊക്കോട്ടെ. കയ്യിലേക്ക് അയ്യാ അവനാ. അത് കിട്ടും. കിട്ടും. ഒക്കടാ അജുംഷ. Okay, 1 second please. ഇപ്പോഴത്തെ പോയിന്റ് നില 14-14. ലാസ്റ്റ് ഒരു പോയിന്റ് ഒരാൾ ജയിക്കും. ആരാണോ ഒരു പോയിന്റ് ഇടുന്നത് അവർ ജയിച്ചു. Congratulations to Ajub Shan team. അടിപൊളി It സൂപ്പർ. was a tie
ഈ 14-14 നിൽക്കായിരുന്നു. ഒരു പോയിന്റ് ആരെ സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ടീം ജയിക്കും എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അജൂബ് ഷായുടെ ടീം ജയിച്ചിരിക്കുകയാണ്. ഗുഡ് ജോബ് അജൂബ് ഷാ ടീം. എല്ലാവരും ഗെയിം നന്നായിട്ട് കളിച്ചു. ഒരാളുടെ പേര് നന്നായിട്ട് എടുത്ത് പറയാനില്ല, ബിക്കോസ് എല്ലാവരും ഈക്വലി തന്നെ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു വലിയ അപ്ലോസ്. എന്തൊക്കെ പറഞ്ഞാലും ഭാര്യ ഭർത്താവ് ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് ഒക്കെ ആണെങ്കിൽ ഈ ഫ്ലോറിൽ ഗെയിം വന്നു കഴിഞ്ഞാൽ അവർ ഏതോ നാട്ടിലെ രണ്ടാൾക്കാരാ. ഏതോ ഒരു നാട്ടിലെ ബാധ കയറിയ രണ്ടാൾക്കാർ. അതെ, അതിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അവർ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല അല്ലേ? എന്താ തോന്നിയേ? അല്ല, അവരുടെ പ്രൊഫഷനെ നന്നായി റെസ്പെക്ട് ചെയ്യുന്നു. അവർക്ക് കൊടുത്ത ദൗത്യം അവർ നന്നായി ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ഭാര്യ ഭർത്താവ് വീട്ടില്, അതെ, ഇവിടെ വരുമ്പോ പാർട്ടിസിപ്പൻസ്. അത്രേ ഉള്ളൂ. ചേട്ടായി അടികൊള്ളാൻ റെഡി ആയിക്കോട്ടാ. തോപ്പിച്ച് വിട്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നൊരു ബിനു അടിമാലിയായി പോയി. ഞാനൊരു തോൽവിയായി പോയി. ദിവസങ്ങളായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടോ? തിരിച്ചറിവുണ്ട്. 5 വർഷങ്ങളായിട്ടെന്ന് പറയണേ. ഈ ബിനുചേട്ടന്റെ ടീമിൽ ഞാൻ കുട്ടിയെ പോലെ കണക്കാണെന്ന് പണിയെടുത്തു. എന്നിട്ട് ബിനുചേട്ടൻ എന്നെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഞാൻ ചോദിക്കണേ, എല്ലാവരും പട്ടിയെ പോലെ പണിയെടുക്കണു, പട്ടിയെ പോലെ പണിയെടുക്കണമെന്ന് പറഞ്ഞു. പട്ടി എന്നാ പണിയെടുക്കണം? എന്തെങ്കിലും തിന്നോണ്ട് കിടന്നുറങ്ങിയിട്ട് യജമാനം വരുമ്പോ കാണിക്കാൻ നല്ലതാ. പട്ടി എന്തെങ്കിലും കാണിക്കൂ. അപ്പൊ ഇതിലും ഈ ഒരു ഗെയിം കഴിയുമ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് നമ്മുടെ ബിനു അടിമാലിയുടെ ടീമാണ്. കൺഗ്രാറ്റുലേഷൻസ് ടു ടീം. തോറ്റിട്ടുള്ളത് തങ്കച്ചൻ ടീം. അപ്പോ ഇനി നമുക്ക് ആ ഒരു കടമയിലേക്ക് കടക്കാം. ഇറ്റ്സ് ദെയർ ഡ്യൂട്ടി. കാരണം ബിനുചേട്ടന്റെ ടീമാണ് ജയിച്ചിട്ടുള്ളത്. അപ്പൊ അവർക്ക് എന്താ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചെയ്തോട്ടെ. ചാട്ട ഞാൻ ആരോ വരണേ? ആലിസിന് ഇങ്ങനെ എന്താ പറയാ, ഇവിടെ ഒരാളോട് എനിക്കൊരു പക കിടപ്പുണ്ട്. സുമൂനോട് ഇത്രയൊക്കെ പറഞ്ഞു തന്നിട്ട് അടിയങ്ങനെ ചീരിച്ചിട്ട് തറവാട്ടിലേക്ക് വന്നാ കുടിയനായ അമ്മാവനെ കൊണ്ട് തന്നെ ഞാൻ തല്ലിക്കും. ഇവിടെ നിൽക്കുന്നതാണ് പൊസിഷൻ. അങ്ങോട്ട് കയറിക്കുമ്പോ ഇന്ന് വിരുദ്ധമൊന്നുമില്ലേ? വിരുദ്ധമുണ്ടോ? സൂപ്പർ. അടിക്ക് പെട്ടെന്ന് അടി. കണ്ണുനീര് തുടക്കില്ല. അവൻ ഏക്കില്ല, അവൻ പറഞ്ഞവന്റെ തൊലിയാണത്. ഇതാണ് വാശി തീർക്കണേ. മോശം. എങ്ങനെയൊക്കെ ഗ്ലിസറിനാണോ സവോള ഇരുന്നാണോ? അങ്ങനെ നല്ലടോ. അടുത്ത അതെ, നമ്മള് താമസിക്കുന്ന ഹോട്ടലിന്റെ തൊട്ടടുത്തായിട്ട് നല്ല അടിപൊളി ബർഗർ കിട്ടുന്ന കടയുണ്ട്. അപ്പൊ ഇന്ന് രാത്രി നമുക്ക് ശേഷം ഞാൻ വാങ്ങിച്ചു റൂമിൽ ചെന്ന് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറും. എന്നിട്ട് നമ്മളവിടെ ബെഡിലിരിക്കുന്നു, സംസാരിക്കുന്നു. നമ്മളിങ്ങനെ അടുത്തിങ്ങനെ ചേർന്നിരിക്കുന്നു. എന്നിട്ട് അപ്പൊ മെല്ലെ ഇങ്ങനെ വിശപ്പ് വരും. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി, ഇനി മാത്രം സംസാരിക്കാൻ എന്നാ ഉള്ളത്? നമ്മള് നാണക്കേട് ബാക്കി പറയണ്ടേ? എല്ലാം പറയേണ്ടി വരും ലാസ്റ്റ്. എന്നാ പിന്നെ നമുക്ക് ബർഗർ കഴിക്കി ഇപ്പൊ പോവാം. എന്താ നിങ്ങൾ ഇപ്പൊ ഉദ്ദേശിച്ചത്? എന്താണ് സഹോദര? എന്താണത്? എന്താണ് ഉദ്ദേശിച്ചത്? നാടകം പോലും അല്ല അത്. ഓക്കെ 1 2 3. ഒന്നുമില്ല ഗംഗയ്ക്ക്, ഒന്നുമില്ല. ആരടാ പറഞ്ഞ ഒന്നുമില്ലാന്ന്? അടി കൊണ്ട് നിനക്കാണ്ട പൊട്ടാ. നിന്റെ തലക്കകത്ത ഒന്നുമില്ലാണ്ടത്. നീ വന്നാൽ അടി കൊണ്ട് പോകാം. ഡയനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അവക്ക് പിന്നെ തായ്ലൻഡിൽ പോകാൻ ആഗ്രഹം. നീ കൊണ്ടുപോകോ? പിന്നെന്താ, നിർബന്ധിച്ചാ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ അവളെ വീട്ടുകാർ പറ. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? എനിക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും നിന്റെ പാട്ട് കേൾക്കണമെന്ന് ഞാൻ പറയില്ല. അയ്യോ, ഞാൻ പാടുന്നില്ല. ശ്വേത ചേച്ചി പറഞ്ഞാൽ മാത്രമേ ഞാൻ പാടൂ. പറയില്ല. വേദ ചേച്ചി എങ്ങാനും പുള്ളിയോട് പാട്ട് പാടാൻ പറഞ്ഞിട്ട് ഇവിടെ എങ്ങാനും വന്നാൽ ചുറ്റും ബെഞ്ചായിരിക്കും ഇവിടെ. ഒരു പാട്ട് പാടടാ. ദിൽ ने ये कहा है दिल से मोहब्बत हो गई है. അപ്പൊ ചേച്ചിക്ക് ഒരു പാട്ട് പാടണമെങ്കിൽ അവനോട് मेरी जान मेरा दिल भर मेरा एतबार कर लो. जितना बेकरार हूँ मैं उतना बेकरार कर लो. मेरी धड़कनों को समझो, तुम भी मुझसे प्यार कर लो.
ആഗ്രഹം പറഞ്ഞ ആരാ പാടിയത്? ये कहा है दिल से मोहब्बत हो गई है तुमसे मेरी जान मेरा दिल भर मेरा एतबार कर लो जितना बेकरार हूँ मैं खुद को बेकरार कर लो मेरी धड़कनों को समझो तुम भी मुझसे प्यार कर लो तुम भी मुझसे प्यार कर लो तुम भी मुझसे प्यार कर लो ചേച്ചി ഇതിൽ ഇടപെട്ടത് കൊണ്ട് ഞങ്ങളെ വെറുതെ അവനെ വിടുന്നു. പക്ഷേ നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. ചേച്ചി പാടിയതുകൊണ്ട് ഇത് കട്ട് ചെയ്യാതെ എന്തായാലും കാണിക്കും. ഇതിനകത്ത് ഒരാളുടെ ചങ്ക് ഇങ്ങനെ പൊടിയണ ഒച്ച എനിക്ക് ഇവിടെ എന്റെ അല്ല പറഞ്ഞത്, ഞാനല്ല. അതാ മുറുക്ക് പൊടി പോലെ അല്ലേ? അസലായിട്ട് പാടി. താങ്ക് യു ചേച്ചി. ഞാനോടത്ത് ഇവനെ ഒറ്റയ്ക്ക് ഇരുന്ന് പപ്പടോടെ തിന്നുവന്നാ. അല്ല ഡയനായിട്ടല്ലേ പാടി, അസലായിട്ട് പാടിയെന്ന് പറഞ്ഞു. താങ്ക് യു ഡയന. അവൻ അവിടെ നിന്ന് വന്ന മണിയിടുന്നു. മോളെ നഴ്സറി അങ്ങോട്ടാണ് മോളെ, അങ്കലവാടി അങ്ങോട്ടാണ്, അങ്ങോട്ട് പോ മോളെ. നഴ്സറി ചേട്ടാ ഒന്ന് വരുമോ? എന്തിനാ മോളെ? അങ്കമാടി കൊണ്ടാക്കാനാണ്? പിള്ളേരെ തല്ലി എന്താ മോളെ ഉദ്ദേശിക്കുന്നത്? എന്താ മോളെ? എന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഇംപ്രസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങി പോകണം. ഞാൻ എന്താ ചെയ്യണ്ടേ മോളെ? പറയൂ. ചേട്ടന്റെ ഇഷ്ടം. അവിടെ എന്ന് വെച്ചാൽ ചേട്ടന്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനറിയാവോ? നമുക്ക് ഡ്യൂറ്റി കളിക്കാം. ഓ ആയിക്കോട്ടെ. എന്താ പോണില്ലേ? അല്ല അത് എപ്പോഴും ആവുമ്പോ ഒരു അല്ല ലക്ഷ്മി, എല്ലാ എപ്പിസോഡിലും മൂപ്പര് രേവതിനെ അവിടെ കൊണ്ടുപോകാണ്. ഞങ്ങൾക്കും അറിയില്ല. രേവതി മാത്രല്ല, ഏത് പുതിയ പെൺകുട്ടികൾ വന്നാലും പാട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് എന്താ ആ ഭാഗത്തല്ലേ? ഞാനെന്ന് പറഞ്ഞാൽ ഡാൻസിന് ഒരു ഫിനിഷിംഗ് ഉണ്ടാക്കുന്ന ആളാ. ഇവിടെ നിന്ന് ഡാൻസ് ഞാൻ ഫിനിഷ് ചെയ്യില്ല. ഞാൻ ഡാൻസ് കളിച്ചിട്ട് ഒരു മറവിൽ പോയി അവിടെ നിന്നാണ് എന്റെ ഫിനിഷിംഗ്. അവിടെയാണ് ഞാൻ അല്ലല്ല, അവിടുന്ന് ഇങ്ങോട്ട് കിട്ടുമ്പോ അത് ക്ലൈമാക്സ് ഫിനിഷ് ആവും. അത്ര നീളമുള്ള പെൺകുട്ടികളെ വലിയ ഇതില്ല അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഒരു നൈറ്റി, ചുരിദാർ എന്തെങ്കിലും മതി. അങ്ങനെ വലിയ ഭാവമൊന്നുമില്ല. ഓക്കെ ചേട്ടാ, രണ്ടുപേരി പാട്ട്. അതൊരു സാർ ഹൈസ്കൂൾ വിഭാഗം പിള്ളേരുടെ ഒരു പെർഫോമൻസ് ആണ് ഇവിടെ കാണുന്നത്. അടുത്തതായി അവരുടെ തന്നെ ഒരു ചെറിയൊരു നാടകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എഡിറ്റ് ചെയ്യുന്ന ചേട്ടൻ ഇത് ചിരിക്കുന്നു. കാരണം ആ ചേട്ടൻ അറിയാം ഇത് കട്ട് ചെയ്ത് കളയുന്നു. ഇത് പൊതിഞ്ഞെടുക്കുവാണെങ്കിൽ വൈകുന്നേരം വീട്ടിലിരുന്ന് കഴിക്കാം. അതും ബർഗറിന് പകരം. ഇല്ല ഇത് ഓൾറെഡി ചീഞ്ഞു. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം. അങ്ങനെ ഒരൊറ്റ പാട്ടിലെ അവളെ മുമ്പ് ഗന്ധർവൻ പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ ഒരു ഗന്ധർവനെ ഒരിക്കലും അടിക്കാൻ പാടില്ലല്ലോ, ദൈവമല്ലേ, അടിക്കാൻ പാടില്ല. അതുകൊണ്ട് ഗന്ധർവനെ അടിക്കാൻ പറ്റില്ല, കാട്ടുപന്നീനെ അടിക്കാം. Ready, 1, 2, 3, go.
എന്നടാ പോക്കറ്റിൽ നിന്ന് ചില്ലറ പൈസ താഴെ പോയോ? ഇങ്ങനെ തൊട്ട് വിടരുത് ചേട്ട. അങ്ങനെ തൊട്ടുവിടാൻ പാടില്ല. തൊട്ടുവിടാൻ പാടില്ല. തൊട്ടുവിടാൻ പാടില്ല. ആണോ? നെക്സ്റ്റ്. എടാ തങ്കച്ച നിനക്ക് കരുതിക്കുട്ടിയാണല്ലേ? ഓക്കെ. മൂടുപോയി. എന്നാ ഇവിടെ ഇരുന്നോളൂ. ഓക്കെ പാക്കപ്പ്. നിനക്ക് പാടാണെങ്കിൽ ഒന്ന് പാട്. ടീമിന്റെ സെലക്ഷൻ ഒന്ന് മാറ്റി പിടിക്കാം. കാരണം ഈ കുട്ടിക്ക് ഭയങ്കര ടെൻഷൻ ഇവിടെ നിന്ന് പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ കരയുന്നു. ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ടീം വെറുതെ ചെറിയ അടി അടിക്കുള്ളൂ. അയ്യോടാ ഞങ്ങൾക്ക് അറിയണം. ഒരു പാമ്പോത്ര വേദന. ആവശ്യമില്ല. ടീം വേണ്ട. അത് വെറും പാമ്പല്ല, രാജപമ്പല്ല. ടീം അവിടെ ചെന്നേക്ക്. സഹോദരനാണ് സഹോദരിയെ കൊണ്ട് അടുത്ത് കൊണ്ട് തരേണ്ടത്. അടി കഴിഞ്ഞ് പറഞ്ഞോ കാണാൻ ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. അടി കഴിഞ്ഞ ശേഷം പാട്ട്. എന്റെ സഹോദരിയാണെന്നുള്ള പരിഗണന വേണ്ട. ഒറ്റയടിയിൽ കാലൊടിച്ചേരെ. അല്ല അടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അത് കഴിഞ്ഞിട്ട് അടിച്ചാൽ മതിയേ. അതായത് എന്റെ ശരീരം നൊന്താ ഞാൻ കരയും. അത് അങ്ങനത്തെ ഒരു പ്രതിഭാസമായി പോയി. അതറിയാതെ വരുന്നതാണ്. അത് എന്റെ തോൽവിയാണെന്ന് ആരും വിചാരിക്കരുത്. ഞാൻ നന്നായിട്ട് കരയും. എല്ലാരും റെഡി ആയിരുന്നോ? വേറൊരു കാര്യമുണ്ട്. വേദനിച്ച കരയും ചെയ്യും, തെറിയും വിളിക്കും. എന്നെ പറ്റി കുട്ടിക്ക് കൂടുതൽ അറിയണ. ഞാൻ പണ്ടില്ലേ ഗുണ്ടായിരുന്നു, വില്ലൻ. എന്നിട്ട് 5 വയസ്സായ ഒരു കൊച്ചു പുക്കളിന് കുത്തിയപ്പോ തല ഇറങ്ങി വീണു. പഠിക്കാലോ. ഐസിയുലായി. അങ്ങനെയാണ് അവൻ ഇവിടെ വന്നത്. ആരംഭത്തിൽ അപമാനം. എവറി ഡോഗ് ഹാസ് എ ഡേ. ഇത് ഞാൻ കൊള്ളേണ്ടതാണ്. എവരി ഡോഗ് ഹാസ് എ ഡേ എന്ന് എന്റെ മുഖത്ത് നോക്കി. അപ്പൊ ഞാൻ പട്ടിയെന്നല്ലേ ഉള്ളു പറഞ്ഞ. നിങ്ങളെ പട്ടിയാണ് വിളിച്ചത്. എന്നെ പട്ടിന്ന് വിളിച്ചു. Ready, 1, 2, 3, go. എവിടെയാന്ന് പറ. എവിടെയാണോ ഇത്? അറിയാതെ പറ്റിപ്പോയതാ. ഇങ്ങനെ ഏക്കാറില്ല. എന്തോ ഞാനെടുത്തോ. ഇന്ന് എന്താ പറ്റിയത്? എനിക്കറിയില്ല. അൺബിലീവബിൾ. ഞാൻ അങ്ങോട്ട് പോണേ. ഞാൻ ഇവിടെ ഇരിക്കാൻ പോവാ. നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിച്ചാലോ? ഇംഗ്ലീഷ് എനിക്ക് സ്പീക്കിംഗ് ഇൻട്രസ്റ്റ് ആണ്. കാരണം അവൻ ഇംഗ്ലീഷ് പടമാണ് കൂടുതൽ കാണുന്നത്. ടോക്ക് ടു മീ ഇൻ ഇംഗ്ലീഷ്. നോ ടീമേ. ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. ഹൗ ആർ യു? ഐ ആം 48. അവനെ You're 48? 40. You look very young, huh? Hot and handsome. അവന് ബീറ ഇഷ്ടം. ഹോട്ടല്ല. Gentleman. Yeah. Gentleman can be hot also. നാട്ടുകാര് മെന്റൽമാൻ എന്നാ പറയണേ. Who all are there at your home? And I love you. ഇടയിൽ ഐ ലവ് യു. Who all are there at home? My mama, Aliyan, Chatan, mother. What is Chatan? Brother. Small brother or big brother? Big brother. Oh my God. Oh, what does your mama? Does mama work? Mama is fish curry and cooking. She makes fish curry? Chairman. Yummy. Please come to home. Will you take me home? Yeah. Sure. I will come. My mama, your is fan. Yeah. I am your fan. My fan? Yeah. My fan bedroom. But I am you, Yesi. Oh, thank you. I'm honored. Yeah. But you must come to Bombay. We must go out. We must have dinner. Maybe some little bit of. I'll show you all those roads and so many things in Bombay. There's so many things. Come and stay over. Maybe you can come to my house and maybe we can cook. We can spend some time. Maybe some coffee. What? You are speaking yes, sir. Yes. ടീമേ ഇങ്ങോട്ട് വാടാ. എടാ തല്ലാനായിരിക്കും കേട്ടോ. Close. I will never speak.
വായിച്ച കുട്ടീനെ അമ്മ ആശുപത്രി കൊണ്ടുവന്ന പോലെ എനിക്ക് തോന്നുന്നു. കഴിഞ്ഞില്ല സിയക്കും കുച്ചുമ്പിനും മരുന്നില്ല, കഷണ്ടിക്കുമില്ല. താങ്കളുടെ കഷണ്ടിയുടെ കാര്യം പറഞ്ഞത് സൂപ്പർ സൂപ്പർ. ടീമേ അബിയല്ലേ, എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്തു തരാൻ പറ്റുള്ളൂ. അല്ല ചേട്ടൻ എന്താ ചെയ്ത? ഞാനിവിടെ കോമഡി പറഞ്ഞായിരുന്നല്ലോ, ഇവിടെ കുറച്ചു മുമ്പ് കോമഡി പറഞ്ഞായിരുന്നല്ലോ. ഈയിടെ കേൾക്കുന്നില്ലല്ലോ. എന്ന് നീ താടിയിൽ ഡൈ ചെയ്ത് ഇവിടെ വന്നോ അന്ന് പോലെ കേൾക്കാത്തത്? അത് പറ്റില്ല, ചിരിക്കണില്ല, കൈയടിക്കണില്ല, അതുകൊണ്ട് പറ്റില്ല. എന്റെ ചമ്മല് മാറ്റാൻ ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യണം? അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളോട് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടെ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരെ എന്താ ചെയ്യണ്ടേ? കാത്തിരിക്കണം, കണ്ണിൽ എണ്ണ ഒഴിക്കണ്ട. ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.